ഞാൻ കേട്ടോ, എനിക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനത്തോട് മറുപടി പറയുന്ന സ്വഭാവമായിരുന്നു. ഈ പ്രസ്ഥാനത്തോട് ഞാൻ ശത്രുവായിരുന്നു. പിന്നെ ഞാൻ ഈ പ്രസ്ഥാനത്തോട് അടുക്കുന്നത് എങ്ങനെയെന്നറിയോ? ഞാന് ആദ്യമായി എൻ്റെ ഭാര്യയുടെ പിതാവാണ് റഹ്മാനിയ അറബിക് കോളേജ്, കടമേരി അറബിക് കോളേജിന്റെ അസിസ്റ്റന്റ് പ്രിൻസിപ്പാളായിരുന്നു എൻ്റെ ഭാര്യ പിതാവ്. മനസ്സിലായില്ലേ? കുഞ്ഞു അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. അദ്ദേഹം കടമേരി കോളേജില് ഇബ്നു ഹജറിന്റെ തുഴഫ ഉദ്ഘാടനം ചെയ്യാണ്. മൂപ്പരെ കൊണ്ട് ആ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. മൂപ്പരെ അവിടെ മുദരിസായിട്ട് എടുത്തുകൊണ്ട് ആ തുഴഫ ഉദ്ഘാടനം ചെയ്യാൻ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും സമസ്തന്റെ പ്രസിഡന്റ് അസേരി തങ്ങളും വരികയാണ്. അസേരി തങ്ങൾ തുഴഫ ഉദ്ഘാടനം ചെയ്യാണ്. തുഴഫ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അസേരി തങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഈ കിതാബിനൊരു വ്യാഖ്യാനുണ്ട്. ആ വ്യാഖ്യാനം ലോകത്ത് എവിടെയില്ല, കൈറോ യൂണിവേഴ്സിറ്റിയിലാണ് ഉള്ളത് കാരണം. ആ കിതാബാണ്ട് എടുത്തു നോക്കിയാണ്ടല്ലോ ഏത് വഹാബിക്കും അതിൽ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാര് കടമേരി കോളേജിലുള്ള ദർസുൽഘാടനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ വൈക്കെന്ന് ചോദിക്കാ തങ്ങൾ പാപ്പാനോട്, സമസ്തന്റെ പ്രസിഡന്റിനോട്, തങ്ങളെ അങ്ങനെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ കൈറോയിൽ നിങ്ങൾ അതിന് തിരിച്ചു കൊണ്ടുവരും, നമുക്ക് ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു കൊടുക്കാലോ, എന്നാ വലിയൊരു സൗകര്യമായല്ലോ എന്ന്. അപ്പൊ സമസ്തന്റെ പ്രസിഡന്റ് സമസ്തന്റെ സെക്രട്ടറിനോട് പറയുന്ന മറുപടി എന്താരോ? സൈനുദ്ദീൻ മുസ്ലിയാരെ, നിങ്ങൾക്ക് വല്ല പിരാന്തുണ്ടോ? അങ്ങനെ ഒരു കിതാബുമില്ല, ഒരു വ്യാഖ്യാനമല്ല. അങ്ങനത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ഈ യുവാക്കളായിരിക്കുന്ന ഈ പ്രാസംഗികന്മാര് മറ്റോന്റെ നെഞ്ഞത്ത് കയറുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ആരാ പറയണറിയോ? സമസ്തന്റെ പ്രസിഡന്റ്. ആരോടാ പറയണറിയോ? സമസ്തന്റെ സെക്രട്ടറിനോട്. ഇത് സമസ്തന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത് എപ്പോഴാ അറിയോ? ഞാനും 11ഓളം സമസ്തന്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും പിന്നെ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ഒരു കാര്യത്തിന് ചെല്ലുകയാണ്. ആ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഞങ്ങളോട് പറയാം, നിങ്ങൾ സമസ്തന്റെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾക്കെതിരെ ഒരു പരാതി എഴുതി തരണം. ഞാൻ പറഞ്ഞു, തങ്ങൾക്കെതിരെ പരാതി എഴുതി തരാൻ പറ്റൂല, അത് കുരുത്തക്കേട് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അസ്ഹരി തങ്ങളെ പറ്റി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നത്, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ചെറുശ്ശേരി അപ്പോൾ കൊണ്ടോട്ടിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നിട്ട് ഞാനും അലി അക്ബർ ഫൈസിയും SMK തങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ TK അബ്ദുറഹ്മാൻ മുസ്ലിയാര്, അതുപോലെ അലി അക്ബർ ഫൈസി, അതുപോലെ തന്നെ ഒരു 11ഓളം മുസ്ലിയാക്കന്മാരുള്ള ഞങ്ങളുടെ ഈ ടീമിനോടാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞത്, എന്ത് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇല്ലാത്ത പച്ചക്കള്ളം അദ്ദേഹം പറഞ്ഞു, അത്തരം ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഈ പ്രശ്നത്തിൽ ഒരു പരാതി എഴുതി തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടെ എന്റെ മനം ചത്തു. കാരണം എന്താണ് പറയോ? ഞാൻ ദർസ് നടത്തുന്ന പള്ളിയിൽ വെച്ചിട്ട് അവിടെ ഒരു തൗഹീദ് സ്വീകരിച്ച ഒരാള് സുബൈക്ക് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ അവിടെ അദ്ദേഹം കുനൂത്തിൽ പങ്കെടുക്കൂല. അങ്ങനെയുള്ള ആളെ പള്ളിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പള്ളി വിലക്കി. എന്നിട്ട് അദ്ദേഹം ആ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് വീട് വിറ്റ് പോയിട്ടുണ്ട് ഞാൻ കാരണം. മനസ്സിലായില്ലേ? എനിക്ക് അയാളെയാണ് അപ്പൊ ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അത് കഴിഞ്ഞ് എന്റെ ഗുരുനാഥൻ പാതിരമണ്ണയിലെ വാപ്പു മുസ്ലിയാർ, അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പരീക്ഷ ബോർഡ് മെമ്പറാണ്. അദ്ദേഹത്തോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അല്ല ഉസ്താദെ, ഇപ്പതാ പുതിയതായിട്ടൊരു പ്രശ്നം വരുന്നു. ഞാൻ ഈ കഥയും പറഞ്ഞു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഇപ്പൊ മുസ്തഫ ഫൈസി പലിശ ഹലാലാണെന്ന് പുസ്തകം എഴുതിയിട്ട് AP സമസ്തനെയും EK സമസ്തനെയും വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, എന്താ രണ്ട് സമസ്തയും ഈ വാദപ്രതിവാദം ഏറ്റെടുക്കാത്തത്? അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ? എങ്ങനെ ഏറ്റെടുക്കുക? മുസ്തഫന്റെ അഭിപ്രായം തന്നെയാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്കും. മനസ്സിലായില്ലേ? പലിശ ഹലാലാണെന്നുള്ള വാദാണ് സമസ്തന്റെ സെക്രട്ടറിക്കോന്ന്. ആലോചിക്കണം. EK സമസ്തന്റെ പ്രസിഡന്റിന്റെ വർത്താനം, EK സമസ്തന്റെ സെക്രട്ടറിന്റെ വർത്താനം, EK സമസ്തയിലെ മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായം നോക്കണം. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഇനി നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഏറ്റവും കേരളത്തിൽ ആദരിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ ഞാൻ സമീപിച്ചു. നല്ല കിതാബിരിയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ? ഈ കള്ളന്മാർ അദ്ദേഹത്തെ കല്ലെറിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയില്ല. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അല്ല ഈ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുന്ന പരിപാടി, ഈ ഇസ്തിഗാസ തൗഹീദിന്റെ ഭാഗമായി എങ്ങനെ ചെയ്യാൻ പറ്റും? ഷാഫി ഇമാം പറഞ്ഞൊരു ആയത്ത് ഉദ്ധരിക്കാൻ പറ്റുമോ? ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുമോ?
പറ്റുമോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് തരോ, ഇസ്തിഗാസൊക്കെ നടത്താന്നും പറഞ്ഞിട്ട് ഉസൂലുൽ ഫിഖിന്റെ നിയമം വെച്ച ചർച്ചയ്ക്ക് കടന്നാണ്ടല്ലേ നമ്മൾ പായ് മടക്കി പോണ്ടി വരും. ഞാൻ ഒരിക്കൽ മംഗലാപുരത്ത് ദർസ് നടത്തുന്ന സമയത്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോ ഭാര്യ കുത്തുബിയത്ത് നീർച്ചയാക്കിയിരിക്കണ്. ഞാൻ അവളെ നന്നായി ചീത്ത പറഞ്ഞു. സമസ്തന്റെ ഉന്നതനായ ഒരു പണ്ഡിതനോട് പറഞ്ഞ, ഇങ്ങനെ പണ്ഡിതന്മാരിൽ നിന്ന് പൊള്ളുന്ന ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായപ്പോ ഞാൻ എന്ത് ചെയ്തു എന്നറിയും, എന്നോട് കൂടെ ദർസിൽ പഠിച്ചിരുന്ന സയ്യിദ് ദാരിമി, ഇന്ന് അദ്ദേഹം സൗദി അറേബ്യയിലുള്ള പ്രബോധന മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പണ്ഡിതനാ. അന്ന് അദ്ദേഹം നാട്ടിലാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചു. ഞങ്ങൾ ഒരു ദർസിൽ ഒരേപോലെ പഠിച്ചിരുന്ന വ്യക്തികളാ. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഇതിന്റെ കഥ ഇങ്ങനെ തന്നെയാണ്, നമ്മളൊരു കാര്യം ചെയ്യണം, ശരിക്കും കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹവും ഞാനുമാണ് പിന്നീട് ഈ പഠന മേഖലയിൽ സജീവമായി. ഞങ്ങൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയില്ല. അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് കിതാബിലുള്ള ഉസൂൽ ഫിഖ് പ്രകാരം, ഉസൂലുൽ ഹദീത്ത് പ്രകാരം നമ്മൾ കാര്യങ്ങൾ പഠനം നടത്തുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്ന നിലക്ക് ഞങ്ങൾ ശാന്തപുരക്കാരുമായി കൊണ്ടൊക്കെ സഹകരിക്കാൻ നോക്കി. പക്ഷേ ശാന്തപുരവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ ഗുരുതരമായ അപകടം അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമായി പഠിച്ചത് പറയാൻ പറ്റുന്ന മേഖല ഇവിടെയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നത്. അതിന്റെ വിശദാംശങ്ങള് സുന്നി അഡ്മിൻ ഒരു ദിവസം ഒഴിവുള്ള സമയത്ത് എവിടെയാണോ നിങ്ങൾ എങ്കിൽ നമുക്ക് പ്രൈവറ്റിലൊന്നും ഇരിക്കാം, അപ്പൊ പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ജാതി വളരെ പൊള്ളുന്ന സത്യങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾക്കൊക്കെ തിന്നാൻ തന്ന ആളുകൾ, ഓതി പഠിക്കുമ്പോ തിന്നാൻ തന്ന ആളുകളുണ്ടല്ലോ, ഞങ്ങൾ പഠിച്ചത് പറയുന്നുള്ള നിലക്കാ പറ്റ തിന്നാൻ തന്നിട്ടുള്ളത്, പരലോകത്ത് അവറ്റ ചോദ്യം ചെയ്യുന്നുള്ള നിലക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർഗം സ്വീകരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായി മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയ ഖുർആൻ പരിഭാഷ, അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷ ഞാൻ ദർസ് നടത്തുന്ന കാലത്ത് എനിക്ക് സമസ്തന്റെ ഉന്നതനായ ഒരു പണ്ഡിതൻ എന്റെ കയ്യിൽ ഖുർആൻ പരിഭാഷ കൊടുത്തു തന്നിട്ട് പറഞ്ഞു തരോ, ഈ ഖുർആൻ പരിഭാഷക്ക് കടപിടിക്കുന്ന ഒരു ഖുർആൻ പരിഭാഷ ലോകത്തൊരു മലയാളി എഴുതിയിട്ടില്ല. സമസ്തന്റെ സമുന്നതനായ ഒരു പണ്ഡിതനാ എന്നോട് പറഞ്ഞത്. മനസ്സിലായില്ലേ? കിതാബ് തിരിയുന്ന ആലിമീങ്ങൾക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിൽ ആയുധം എന്താണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഇത് പറയാൻ ഞാൻ നിർബന്ധിതരായതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഉൾക്കൊള്ളണം എന്ന് മനസ്സിലാക്കിയാണ്. ഇത് ഞാൻ പറയേണ്ടത് എന്തുകൊണ്ടാ, ഇവരുടെ പണ്ഡിതന്മാർക്ക് എന്റെ ചോദ്യത്തിന് മറുപടി അറിയാലോ. അപ്പൊ എങ്ങനെയാണ് ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടതെന്ന് അറിയണമെന്ന് നല്ലതാണല്ലോ.